കുറച്ച് ദിവസമായി ക്രൈസ്തവ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിന് ഒടുവിൽ തീരുമാനമായി. ക്രൈസ്തവ സഭകളിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബായ വിഭാഗവും യോജിക്കില്ല. അതിന് തീരുമാനമായി. ഓർത്തഡോക്സുകാർ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഇപ്പൊ യോജിക്കുമെന്ന്. ഒടുവിൽ എന്തായി? ശശിയായി. എങ്കിലും അന്തസ്സോടെ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാം. സമാധാനത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ടും അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ നഷ്ടപ്പെടുന്നവർ കയറി വരാത്തത് സമൂഹത്തിന് ബോധ്യപ്പെടും. ആരാണ് കുറ്റക്കാരെന്ന്. ഓർത്തഡോക്സുകാർ പള്ളിപിടുത്തക്കാരാണെന്നും മറ്റും ആക്ഷേപിക്കുന്നതിൽ കാര്യമില്ലെന്നും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കും. അതവർ കാണിച്ചു കൊടുത്തു. പരിശുദ്ധ മോറോന്മാർ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മലങ്കര സഭയുടെ സമാധാനത്തിനും ഐക്യത്തിനുമായി നടത്തിയ ആഹ്വാനം ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് വഴി തുറക്കാൻ പര്യാപ്തമായിരുന്നു. അത് യാക്കോബായ വിഭാഗം കളഞ്ഞു കുളിച്ചു. കുറച്ചു കാലമായി അടച്ചിട്ടിരുന്ന ആ വലിയ വാതിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ യാക്കോബായക്കാർക്കായി മലർക്കെ തുറന്നിട്ടു പരിശുദ്ധ കാതോലിക്ക ബാവ. ഓർത്തഡോക്സ് സഭയിലെ മറ്റു മെത്രാപ്പോലീത്തമാരും വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ ബാവയെ പിന്തുണച്ച് സമാധാന ആഹ്വാനവുമായി മുമ്പോട്ട് വന്നു. സഭയിലെ പിതാക്കന്മാരും വൈദികരും വർക്കിംഗ് കമ്മിറ്റിയും സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു വാർത്താ മാധ്യമങ്ങളും ഒക്കെ വലിയ പിന്തുണയാണ് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ വാക്കുകൾക്ക് നൽകിയത്. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പൊടുന്നനെയുണ്ടായ ഉപാധികളില്ലാതെയുള്ള ഐക്യ ആഹ്വാനം യഥാർത്ഥത്തിൽ യാക്കോബായ വിഭാഗത്തെ വിരളി പിടിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇതൊക്കെ അവരെ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാക്കി. അവരിന്ന് നടത്തിയ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളെല്ലാം വീണ്ടും കോടതിയുടെ മുമ്പാകെ അവരെ നിയമ നിഷേധികളാക്കി തീർത്തു. ഇതെല്ലാം വൻ നിയമ പ്രതിസന്ധിയിൽ എത്തിച്ചേക്കും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി യാക്കോബായക്കാർ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കെതിരെ അസഭ്യങ്ങളുടെ ഘോഷയാത്രയാണ് നടത്തിയത്. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ. ബാവയുടെ ഐക്യാഹ്വാനം യാക്കോബുകൾക്ക് നനച്ചിരിക്കാത്ത സമയത്ത് കിട്ടിയ ഒരു പ്രകരമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാവയുടെ ആ ഒരു ഒറ്റമൂലി കൊണ്ട് നിയമവൃത്തത്തെ മുഴുവൻ അന്തരിപ്പിച്ചു. ഓർത്തഡോക്സ് സഭ ഐക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ യാക്കോബായക്കാർ അതിനെ നഖശികാന്തം എതിർക്കുന്നു. കോടതി എന്താഗ്രഹിക്കുന്നുവോ അതിനെതിരായി യാക്കോബായക്കാർ പ്രവർത്തിക്കുന്നു. കോടതിക്ക് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? കോടതിയുടെ ദൃഷ്ടിയിൽ ആരാണ് ഇപ്പോഴും കുറ്റക്കാർ? ആരാണ് കോടതിയെ വെല്ലുവിളിക്കുന്നവർ? ആരാണ് കോടതിയെ അനുസരിക്കാത്തവർ? അത് കോടതിക്ക് മാത്രമല്ല, ജനത്തിനും ബോധ്യമാകും. യാക്കോബായ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രതികരണങ്ങൾ ശാപങ്ങളും കുത്തുവാക്കുകളും അസഭ്യങ്ങളും അശ്ലീലങ്ങളും നിറഞ്ഞതാണ്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത് തീർത്തും പരാജയപ്പെടുമ്പോഴാണ്. തീർത്തും പിടിവിട്ടുപോയി എന്നതിന്റെ ലക്ഷണമാണ്. സുപ്രീം കോടതി ശക്തമായ താക്കീത് നൽകിയത് അവരെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ഇപ്പോൾ 6 പള്ളികൾ ഉടനടി ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം. അതിൽ വീഴ്ച വരുത്തിയാൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. തൊട്ടുപുറകെ കോതമംഗലം, മണർകാട്, കുറുപ്പുംപടി, പീച്ചാനിക്കാട്, നാഗഞ്ചേരി, നാറാടി, പീരക്കണ്ണി, മുഖത്തല എന്നീ പള്ളികൾക്ക് കൂടി ഇത് ബാധകമാകും. ഈ പള്ളികൾ കൈമാറിയിട്ടില്ലെന്ന് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പാത്രിയാർക്കീസിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയെ ശ്രേഷ്ഠ തോമസ് പ്രഥമന്റെ പിൻഗാമിയായി അടുത്ത ശ്രേഷ്ഠ കാതോലിക്കയായി ഉടൻ വാഴിക്കും. 2017 ജൂലൈ 3 വിധിയിൽ പാത്രിയാർക്കീസ് മലങ്കര സഭയിലെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള യാതൊരുവിധ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല എന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പൊ നടത്തിയത്. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ വാഴിക്കുകയും ചെയ്യും. ഏകപക്ഷീയമായി പാത്രിയാർക്കീസ് അത്തരം കാര്യങ്ങൾക്ക് തുനിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഒരു ഷമ്മാശനെ പോലും വാഴിക്കുകയോ നിയമിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം മറികടന്ന് പാത്രിയാർക്കീസ് സമാന്തരമായി മറ്റൊരു കാതോലിക്കയെ വാഴിച്ചു കഴിഞ്ഞാൽ കോടതിയലക്ഷ്യ കേസുകൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും യാക്കോബായ വിഭാഗത്തെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ഈ സാഹചര്യത്തിൽ ഡിസംബർ 17 സുപ്രീം കോടതിയുടെ നിലപാട് മലങ്കര സഭാ തർക്കത്തിൽ യാക്കോബായ വിഭാഗത്തിന്റെ ഭാവി നിർണായകമായ ഒരു വഴിത്തിരിവാകും. മലങ്കര സഭ ഒന്നാണെന്നും അത് അങ്ങനെ തന്നെ 934 ഭരണഘടനയാൽ ഭരിക്കപ്പെടണമെന്നും കോടതി ആഗ്രഹിക്കുകയും അതിന് കക്ഷികളെ വരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിനുതകുന്ന തരത്തിലുള്ള സത്യവാങ്മൂലങ്ങൾ
ഡിസംബർ 17 മുൻപ് സമർപ്പിക്കുവാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരവും മണവാട്ടിയുമായ തിരുസഭയെ 2 തുണ്ടമായി വെട്ടിക്കീറണമെന്ന പൈശാചിക ചിന്ത കർത്താവ് ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? വിനാശകാലെ വിപരീത ബുദ്ധി.